കർത്താവായ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ ദൈവം കൃപ നൽകിക്കൊണ്ടിരിക്കുന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഈ വീഡിയോ സന്ദേശങ്ങളുടെ കേൾക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു. ഈ വചനം നമ്മുടെ ജീവിതത്തിന് വലിയൊരു അനുഗ്രഹമായി മാറട്ടെ എന്ന് കർത്താവിൽ പ്രാർത്ഥിക്കുകയാണ്. 57-ാം സങ്കീർത്തനം 1-ാം വാക്യവും, ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കും. അത് ഈ ആപത്ത് ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിൻ്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കും. ഇത് ദാവീദിനെ കുറിച്ചുള്ള സങ്കീർത്തന ഭാഗങ്ങളാണ് ഈ 57-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ ശൗലിനെ ഭയന്ന് ഗുഹയിലേക്ക് ഓടി പോയി അഭയം പ്രാപിച്ചിരിക്കുക. ദാവീദിന് ശൗലിനെ പേടിച്ച്. ഇവിടെ ദാവീദിൻ്റെ ജീവിതത്തിൽ പലവിധമായ പ്രതിസന്ധികൾ കടന്നു വന്നപ്പോൾ യഹോവയായ ദൈവത്തോട് ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, യഹോവയായ ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ. ഇന്ന് നമ്മുടെയും ജീവിതത്തിനകത്ത് പലവിധമായ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ യഹോവയായ ദൈവത്തിൻ്റെ കൃപ ആശ്രയിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സ്വർഗീയ പിതാവായ ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, എന്നോട് കൃപയുണ്ടാകണമേ. ഇന്നും നമ്മുടെ ജീവിതത്തിനകത്ത് പലവിധമായ ആപത്തുകളും വിപത്തുകളും കടന്നു വരുമ്പോൾ യഹോവയായ ദൈവത്തോട് പറയണം, കർത്താവാ ദൈവമേ, എൻ്റെ കർത്താവായ ദൈവത്തിൻ്റെ കൃപ എൻ്റെ മേൽ ഒന്ന് പകരുമാറാകണമേ. ഞാൻ ആ കൃപയ്ക്ക് ഉള്ളിലൂടെ കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ജീവിതത്തിനകത്ത് അനേക ആപത്തുകൾ കടന്നു വരുന്ന സാഹചര്യം എൻ്റെ മുമ്പിലുണ്ട്. മരണപരമാകുന്ന അവസ്ഥകൾ എൻ്റെ ജീവിതത്തിനകത്ത് കടന്നു വരാറുണ്ട്. എന്നാൽ യഹോവയായ ദൈവമേ, എൻ്റെ ദൈവത്തിൻ്റെ കൃപ എന്നോട് കൂടെ ഇരിക്കണമേ എന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗീയ പിതാവായ ദൈവത്തിൻ്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അപ്പോൾ യഹോവയായ ദൈവം നമ്മെ സൂക്ഷിക്കുവാനിടയായിത്തീരും. അടുത്തത് പറയുന്നത്, ഞാൻ നിൻ്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കും. അതെ, കോഴി തൻ്റെ ചിറകളിൽ കുഞ്ഞുങ്ങളെ കാത്തു സൂക്ഷിക്കുന്നത് പോലെ യഹോവയായ ദൈവം നമ്മെ കാത്തു സൂക്ഷിക്കുവാനും പരിപാലിക്കുവാനും യഹോവയായ ദൈവത്തിന് കഴിയുമെന്ന് നമ്മൾ അറിയേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഭവനത്തിനകത്ത് ആയിരുന്നാലും, നമ്മൾ ജോലി സ്ഥലങ്ങളിൽ പോകുമ്പോഴും എവിടെയായിരുന്നാലും കർത്താവായ ദൈവത്തിൻ്റെതായ സാന്നിധ്യത്തോടെ നമ്മൾ കടന്നു പോകാവുള്ളൂ. അവിടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുവാനിടയായിത്തീരും. മിസ്രൈമിൽ ഇസ്രായേൽ ജനം യോർദാൻ അക്കരെ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെതായ വാഗ്ദത്ത ദേശം കാണാൻ പോകുമ്പോഴും സഞ്ചരിക്കുമ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യം ഇസ്രായേൽ ജനത്തോട് കൂടെ ഇരുന്നതുപോലെ യഹോവയായ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഇരിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ ദൈവമേ എൻ്റെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ കൃപ പകരണമേ. ഇന്ന് കർത്താവ ദൈവം നമ്മളോട് പറയുന്നതായ ദൈവിക ഒരു ആലോചനയുണ്ട്. നമ്മെ നടത്തുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കരം നമ്മോട് കൂടെയുണ്ട്. അതെ, ദൈവത്തിൻ്റെ കരം നമ്മോട് കൂടെയുണ്ട്. അനർത്ഥങ്ങളായാലും ഏത് രീതിയിലും
നാം കടന്നു പോകുമ്പോഴും അവിടെയൊക്കെയും ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടാറുണ്ട്. അതുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക, കർത്താവാ ദൈവമേ, എൻ്റെ ദൈവത്തിൻ്റെ കൃപ എന്നോട് കൂടെ ഇരിക്കുമാറാകണമേ. അങ്ങ് എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഇരിക്കും. കർത്താവായ ദൈവം ഈ തിരുവചനങ്ങളാൽ നമ്മെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.